ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഒരു ക്യാൻവാസ് പേപ്പറിൽ എങ്ങനെ നെക്ക് മാർക്ക് ചെയ്ത് അതെങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ക്യാൻവാസ് പേപ്പർ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഭാഗത്ത് ഇങ്ങനെ ഗ്ലേസിങ് ഇട്ടുണ്ട്. അതാണ് നമ്മൾ തുണിയിലേക്ക് അയൺ ചെയ്ത് ഒട്ടിച്ചെടുക്കുന്നത്. ഇവിടെ ഞാൻ ക്യാൻവാസ് പേപ്പർ രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒന്ന് പിൻ ചെയ്തെടുക്കുവാണ്. കാരണം കറക്റ്റ് അളവ് മാർക്ക് ചെയ്യുമ്പോൾ തെന്നിപ്പോകാതിരിക്കാൻ, നമ്മൾ കട്ട് ചെയ്യുമ്പോഴത്തേക്ക് തെന്നിപ്പോകാതിരിക്കാൻ വേണ്ടി നമുക്ക് കറക്റ്റായിട്ട് രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ ഇപ്പോൾ ഞാൻ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ടേക്കുവാണ്. ഇനി നമുക്ക് നെക്ക് വിട്ട് നെക്ക് ലെങ്തും ഒക്കെ മാർക്ക് ചെയ്ത് കൊടുക്കണം. മുകളിലായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ വരച്ചതിന് ശേഷമാണ് നെക്ക് വിട്ട് നെക്ക് ലെങ്തും ഒക്കെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ ഞാൻ നെക്ക് വിട്ട് 2.25 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. എത്രയാണോ നെക്ക് വിട്ട്, ഇവിടെ 5.5 ഇഞ്ചാണ് നെക്ക് വിട്ട് വരുന്നത്. അതിന്റെ പകുതി 2.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. കറക്റ്റ് നെക്ക് വിട്ടിന്റെ പകുതിയാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതിന് കുറയ്ക്കുകയും കൂട്ടുകയോ ഒന്നും വേണ്ട. പിന്നീട് നെക്ക് ലെങ്ത് 5.5 ഇഞ്ചാണ്. അതിന്റെ കൂടെ നമ്മൾ ഒരു 1/2 ഇഞ്ചും കൂടെ ആഡ് ചെയ്ത് 6 ഇഞ്ചാണ് നെക്ക് ലെങ്ത് ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ആ ലെങ്ത് മാർക്ക് ചെയ്ത മടക്കുവശത്ത് നിന്ന് വീണ്ടും നമ്മൾ നെക്ക് വിട്ട് 2.25 ഇഞ്ച് ഒന്നുകൂടെ മാർക്ക് ചെയ്തു. അവിടെ നിന്നും കറക്റ്റ് നെക്ക് ലെങ്തും ഒന്നുകൂടെ മാർക്ക് ചെയ്തെടുക്കുവാണ്, കറക്റ്റ് ആയിട്ട് ലെവലിൽ കിട്ടുന്നതിനായിട്ട്. പിന്നീട് ആ മാർക്ക് ചെയ്ത പോയിന്റുകളെല്ലാം ചേർത്ത് നമ്മളൊന്ന് ഒരു ബോക്സ് പോലെ വരച്ചെടുക്കുവാണ്. നിങ്ങൾ നിങ്ങളുടെ നെക്ക് വിട്ട് എത്രയാണ്, ഇപ്പോൾ 6 ഇഞ്ചാണ് ടോട്ടൽ നെക്ക് വിട്ട് വരുന്നതെങ്കിൽ അതിൻ്റെ പകുതി 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നെക്ക് ലെങ്ത് ഇപ്പോൾ 6 ഇഞ്ചാണെങ്കിൽ അതിൻ്റെ കൂടെ എക്സ്ട്രാ 1/2 ഇഞ്ചും കൂടെ ആഡ് ചെയ്ത് 6.5 ഇഞ്ച് നെക്ക് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം ക്യാൻവാസ് പേപ്പറിൽ. പിന്നീട് ചുറ്റിനും ഒരു ഇഞ്ച് ചുറ്റും ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. ഇവിടെ ഞാൻ സ്ക്വയർ നെക്കാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇതിനു മുമ്പേ റൗണ്ട് നെക്കൊക്കെ മാർക്ക് ചെയ്യുന്ന വീഡിയോ ഞാൻ ഇതിനു മുമ്പേ ചെയ്തിട്ടുണ്ട്. ക്യാൻവാസ് പേപ്പറിൽ വരച്ച് നെക്ക് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ, റൗണ്ട് നെക്ക് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട്. ചുറ്റിനും 1 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം അവിടെ നമ്മൾ മാർക്ക് ചെയ്ത പോയിന്റുകളെല്ലാം ചേർത്തൊരു ലൈൻ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ക്യാൻവാസ് പേപ്പർ വെച്ച് നമുക്ക് ഏത് ഷേപ്പിലുള്ള നെക്ക് വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്, മാർക്ക് ചെയ്ത് വരച്ചെടുത്തതിന് ശേഷം. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. ആ പുറമേ വരച്ച ആ സ്ക്വയറിലൂടെ നമ്മൾ ആദ്യം കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ പിൻ ചെയ്ത് കൊടുത്തത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ തെന്നി പോകാതിരിക്കാനായിട്ടാണ് നമ്മൾ ആദ്യമേ പിൻ ചെയ്ത് എടുക്കുന്നത്. പിന്നെ മുകളിൽ ലെവലാക്കി നമ്മളൊരു ലൈൻ വരച്ചല്ലോ, അവിടെ ഒന്ന് കട്ട് ചെയ്ത് ഒരു 1/4 ഇഞ്ച് വീതിയിൽ നമ്മൾ അവിടെ ഒരു ബ്രിഡ്ജ് പോലെ ഇങ്ങനെ നിർത്തിയതിന് ശേഷമാണ് ബാലൻസ് ആദ്യം വരച്ച ആ സ്ക്വയർ നെക്ക് ഉണ്ടല്ലോ അതിലേക്കൂടെ കട്ട് ചെയ്ത് മാറ്റുവാണ്. കട്ട് ചെയ്ത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത്. ഞാൻ പറയുന്നതിലും നല്ലത് കാണുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണെന്നുള്ളത്. ആദ്യം വരച്ച് എക്സ്ട്രാ ഉള്ളതങ്ങ് കട്ട് ചെയ്ത് മാറ്റി നമ്മൾ ഇങ്ങനെയാണ് കട്ട് ചെയ്ത്, ഇവിടെ ഒരു ബ്രിഡ്ജ് പോലെ കട്ട് ചെയ്തെടുക്കണം. കറക്റ്റ് നെക്ക് വിട്ട് നമ്മൾക്ക് കിട്ടാനായിട്ടാണ് ഇങ്ങനെ ബ്രിഡ്ജ് പോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അത് അങ്ങനെ വെച്ചില്ലെങ്കിൽ നമ്മുടെ നെക്ക് വിട്ട് നമ്മൾ തുണിയിലേക്ക് മാർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ചിലപ്പം നെക്ക് വിട്ട് കൂടുതലായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഒരു ബ്രിഡ്ജ് പോലെ ഇങ്ങനെ നിർത്തിയിട്ടുള്ളത്. ഇനി നമുക്ക് ബാലൻസ് വന്നിട്ടുള്ള ലൈനിങ് ക്ലോത്തിലേക്ക് നമുക്കിതൊന്ന് അയൺ ചെയ്ത് വെച്ച് കൊടുക്കണം. ഈ ക്യാൻവാസ് പേപ്പർ ഇവിടെ ഞാൻ 2 പീസ് ജോയിന്റ് ചെയ്തെടുക്കുവാണ് ചെയ്തിട്ടുള്ളത്. ലൈനിങ് ക്ലോത്ത് അത് ജോയിന്റ് ചെയ്ത ആ ഭാഗത്തൊന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ മുകളിലേക്ക് വേണം ക്യാൻവാസ് പേപ്പർ വെച്ച് ഒന്ന് അയൺ ചെയ്തെടുക്കാനായിട്ട്. നമ്മൾ ക്യാൻവാസ് പേപ്പറിന്റെ സെന്റർ ഭാഗം നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആ സെന്റർ ഭാഗം കറക്റ്റായിട്ട് നമ്മൾ ലൈനിങ്ങിലും കറക്റ്റ് ആ സെന്റർ ഭാഗം മാർക്ക് ചെയ്ത് അവിടേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ക്യാൻവാസ് പേപ്പറിൽ ഒരു മിനുക്കമുള്ള ഒരു തിളക്കമുള്ള ഭാഗം വരുന്നുണ്ട്. അത് ക്ലോത്തിനോട് ചേർന്ന് വരുന്ന രീതിയിൽ ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മളൊന്ന് അയൺ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അന്നേരം ആ ക്ലോത്തിലേക്ക് ക്യാൻവാസ് പേപ്പർ ഒട്ടിപ്പിടിക്കുന്നതാണ്. അങ്ങനെ നമ്മളിവിടെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ചുറ്റിനും ഒരു 1/2 ഇഞ്ച് നിർത്തിയതിന് ശേഷം ബാലൻസ് ഉള്ള പീസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുവാണ്. നിങ്ങൾ ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇതുപോലെ നെക്ക് മാർക്ക് ചെയ്ത് ആ ഷേപ്പിൽ നമുക്ക് ഇതുപോലെ ക്ലോത്ത് കട്ട് ചെയ്ത് 1/2 ഇഞ്ച് നിർത്തി കട്ട് ചെയ്ത് മാറ്റണം.
അതിനുശേഷം ചുറ്റിന് നമ്മൾ 1/2 ഇഞ്ച് നിർത്തിയല്ലോ, മുകളിലായിട്ട് ലെവലാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. എക്സ്ട്രാ നിൽക്കുന്ന ക്ലോത്ത് ഞാൻ കട്ട് ചെയ്ത് മാറ്റുവാണ്. ഇവിടെ നമ്മൾ ചുറ്റിനും 3 സൈഡിൽ 1/2 ഇഞ്ച് എക്സ്ട്രാ നിർത്തിയിട്ടുണ്ട്. അത് നമ്മൾ ഇതുപോലെ ക്യാൻവാസ് പേപ്പറിലേക്ക് മടക്കി വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇങ്ങനെ ചുറ്റും 3 സൈഡ് നമ്മൾ ഇതുപോലെ മടക്കി വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അങ്ങനെ ഞാൻ ഇവിടെ 3 സൈഡും ക്യാൻവാസ് പേപ്പറിലേക്ക് മടക്കി വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മെയിൻ ക്ലോത്തിലേക്ക് ഈ നെക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിനായിട്ട് നമ്മൾ ഇതിൻ്റെ കട്ടിങ് ഡീറ്റെയിൽഡ് വീഡിയോ, ചുരിദാറിൻ്റെ കട്ടിങ് ഉള്ള ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കട്ടിങ് സ്റ്റിച്ചിങ്ങും. നമ്മളിവിടെ ആദ്യം ലൈനിങ് ക്ലോത്ത് നിവർത്തിയിട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. കറക്റ്റായിട്ട് ലൈനിങ് ക്ലോത്ത് നിവർത്തിയിട്ട് ഇവിടെ നമ്മൾ സെൻറ്റർ മാർക്ക് ചെയ്തിട്ടുണ്ട് ലൈനിങ് ക്ലോത്തിൽ. അതിൻ്റെ മുകളിലേക്ക് മെയിൻ ക്ലോത്ത് നിവർത്തിയിട്ടെടുത്തിട്ടുണ്ട്. ഇപ്പം മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശമാണ് മുകളിലായിട്ട് വന്നിട്ടുള്ളത്. മെയിൻ ക്ലോത്തിൻ്റെ സെൻറ്റർ ഭാഗം നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നെക്കിൻ്റെ അവിടെ ആയിട്ട് സെൻറ്റർ ഭാഗത്ത് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ കറക്റ്റായിട്ട് ലൈനിങ് ക്ലോത്തും മെയിൻ ക്ലോത്തും കറക്റ്റായിട്ട് ഇട്ട് കൊടുത്ത് അതിനുശേഷം നമ്മൾ ഈ ക്യാൻവാസ് പേപ്പർ വെച്ച് സ്റ്റിച്ച് ചെയ്തതിലും സെൻറ്റർ ഭാഗത്ത് നമ്മളൊരു നോച്ചിട്ടെടുത്തിട്ടുണ്ട്. അതും കറക്റ്റായിട്ട് ആ സെൻറ്റർ ഭാഗത്ത് വെച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് പിൻ ചെയ്ത് കറക്റ്റ് ക്യാൻവാസ് പേപ്പറിൻ്റെയും തുണിയുടെയും എഡ്ജിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ക്യാൻവാസ് പേപ്പറിലേക്ക് സ്റ്റിച്ച് കൊള്ളരുത്, നമ്മൾ സൈഡിലൂടെ ഇത് കറക്റ്റായിട്ട് സൂചി കുത്തി നിർത്തി തിരിച്ച് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുപോലെ ഏത് ഷേപ്പിലുള്ള നെക്ക് വേണമെങ്കിലും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നീട് നമ്മളിവിടെ പിൻ ചെയ്തതെല്ലാം മാറ്റിയതിന് ശേഷം ആ ക്യാൻവാസ് പേപ്പറിൻ്റെ ചുറ്റും ഒരു 1/4 ഇഞ്ച് നിർത്തി ബാലൻസ് ഉള്ള പീസ് കട്ട് ചെയ്ത് മാറ്റണം. 1/4 ഇഞ്ച് നിർത്തിയിട്ടാണ് നമ്മൾ ബാലൻസ് ഉള്ള പീസ് കട്ട് ചെയ്ത് മാറ്റുന്നത്. സ്റ്റിച്ചിൽ കൊള്ളാതെ വേണം നമ്മൾ കട്ട് ചെയ്ത് മാറ്റാനായിട്ട്. 1/4 ഇഞ്ച് നിർത്തിയാൽ മതി, എക്സ്ട്രാ ഒരുപാട് അധികം നിർത്തണ്ട. പിന്നീട് നമുക്ക് ചുറ്റിനും ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കണം. ഈ കോൺ ഷേപ്പിൻ്റെ അവിടെയെല്ലാം ചെറിയ ചെറിയ കട്ടിങ് ഇട്ട് കൊടുത്ത് എടുക്കാവുന്നതാണ്. സ്റ്റിച്ചിൽ കൊള്ളാതെ വേണം. ഇനി നമുക്ക് ഈ ക്യാൻവാസ് പേപ്പറിൻ്റെ പീസിനെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ആ തയ്യൽ തുമ്പും ക്യാൻവാസിൻ്റെ ആ പീസും കറക്റ്റ് ഒരു വശത്തേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് ക്യാൻവാസ് പേപ്പറിൻ്റെ ആ ക്ലോത്തിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇങ്ങോട്ട് രണ്ടും അങ്ങോട്ട് നിൽക്കുന്ന രീതിയിൽ വെച്ച് കൊടുത്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. കണ്ടില്ലേ, ഇവിടെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. തയ്യൽ തുമ്പ് ഇങ്ങോട്ടിരിക്കണം, ആ ക്യാൻവാസിൻ്റെ തുണിയും ആ വശത്തേക്ക് ഇരിക്കുന്ന രീതിയിൽ വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഉള്ളിലേക്ക് ക്യാൻവാസ് പേപ്പർ വെച്ച് പീസ് ഉള്ളിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിന് മുമ്പായിട്ട് നമ്മൾ ഹെം ചെയ്തെടുക്കുകയാണ് സാധാരണ നേരത്തെയൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ ഹെം ചെയ്യുന്നതിന് പകരമായിട്ട് ഇതുപോലെ മെയിൻ ക്ലോത്ത് ലൈനിങ് ക്ലോത്ത് ഒന്ന് വിടർത്തി വെച്ചതിന് ശേഷം ആ ക്യാൻവാസ് വെച്ച പീസ് നമ്മൾ ലൈനിങ് ക്ലോത്തിൻ്റെ മുകളിലേക്ക് വെച്ച് ഇതുപോലെ ഒന്ന് ചുറ്റിനും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. മെയിൻ ക്ലോത്തിലേക്ക് സ്റ്റിച്ച് കൊള്ളരുത്, ഇതുപോലെ മാറ്റിയിട്ടതിന് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. കണ്ടില്ലേ, ഇവിടെ ഞാൻ ലൈനിങ് ക്ലോത്തിലേക്ക് വെച്ച് ആ ക്യാൻവാസ് പേപ്പർ വെച്ച് പീസ് ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. മെയിൻ ക്ലോത്തിൽ സ്റ്റിച്ച് വന്നിട്ടില്ല. അതിനുശേഷം ഉള്ളിലേക്ക് ഇതുപോലെ ഇട്ടെടുത്ത് നമുക്ക് മെയിൻ ക്ലോത്തിൻ്റെ നെക്കിൻ്റെ സൈഡിലൂടെ ഒരു സ്റ്റിച്ച് ഇട്ടെടുക്കാവുന്നതാണ് കറക്റ്റ് ആ ഷേപ്പിൽ. അങ്ങനെ നമ്മളിവിടെ നെക്കിൻ്റെ സൈഡിലൂടെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ്. ഈ കോൺ ഷേപ്പിൻ്റെ അവിടെ വരുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് സൂചി കുത്തിർത്തി പ്രഷർ ഫൂട്ട് ഉയർത്തി ക്ലോത്ത് തിരിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മളിവിടെ ക്യാൻവാസ് പേപ്പർ വെച്ച് വളരെ എളുപ്പത്തിൽ ഇതുപോലെ തുടക്കക്കാർക്ക് പോലും ഏത് ഷേപ്പിൽ വേണമെങ്കിലും നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞുള്ള ഫൈനൽ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്.